2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെ വിമർശിക്കുന്നവരുണ്ടാകും, എന്തായിത്തീരുമെന്ന് കാണാൻ കാത്തിരിക്കുന്നവരുമുണ്ടാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ മഹത്വത്തിനായി ഏതു നല്ല കാര്യം ചെയ്താലും ദൈവം അത് അംഗീകരിക്കുന്നു. ഈ തിരുവെഴുത്ത് അതാണ് പറയുന്നത്. എതിരഭിപ്രായങ്ങളെയും എതിരാളികളെയും കണ്ട് തളർന്നും മനം മടുത്തും നിർത്തിക്കളയേണ്ടതല്ല ഓരോ നല്ല പ്രവൃത്തിയും. ദൈവം നമ്മെ രക്ഷിച്ച് സ്വന്തം ജനമാക്കിയിരിക്കുന്നത് തന്നെ താൻ മുൻ നിയമിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്തു തികയ്ക്കുവാനായിട്ടാണ്. ആരെല്ലാം എതിർത്താലും ദൈവം നിങ്ങളോട് പറയുന്നത് ധൈര്യമായി മുന്നോട്ടു പോകാനാണ്. മനസ്സു മടുത്താൽ പ്രവൃത്തികളിൽ ഉത്സാഹം കുറയും. അതുണ്ടാകരുത്. അഥവാ കരങ്ങൾ തളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്തണം. ഒരുപക്ഷെ വേഗത്തിൽ ഫലം കണ്ടില്ലെങ്കിൽ കൂടെ സതുദ്ദേശത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ടാകും. പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുന്ന ദൈവം നമ്മോട് ആ വാഗ്ദത്തം നൽകിയിരിക്കുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായും ആശ്രയിച്ച് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് ദൈവരാജ്യത്തെ പ്രതി നിരന്തരം പ്രസംഗിക്കുകയും പുതിയ ദേശങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. നിരവധി പീഡകൾ തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇന്നും താൻ പാകിയ സുവിശേഷത്തിന്റെ വിത്തുകൾ ലോകരാജ്യങ്ങളിൽ ഫലമുളവാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് തൻ്റെ വാർദ്ധക്യത്തിൽ പ്രത്യാശയോടെ പ്രസ്താവിച്ചതുപോലെ നിത്യതയിലും താൻ അതിൻ്റെ പ്രതിഫലം കാണും. ഈ ഉത്സാഹവും പ്രത്യാശയും നമുക്കും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.